മുൻകാലങ്ങളിലൊക്കെ കേരളത്തിൽ അധികാരത്തിലിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാകും? എന്താണ് പ്രതിപക്ഷ നേതാവ് ആരാകുന്നതിന്റെ ചോദ്യം എന്താണ്? അതുവരെ ഈ ടീമിനെ നയിച്ച ക്യാപ്റ്റനിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഗൺമാൻ നടത്തിയ ഒരു പരാക്രമം ഒരു MLA സൃഷ്ടിച്ചു. രക്ഷാപ്രവർത്തനം എന്നല്ലേ പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒറ്റുകാരന്റെ സ്വഭാവമാണ്. ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിക്ക് മറുപടി പറയാൻ ഉണ്ടാകില്ലല്ലോ. രാജീവ്ജി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 100 UDF MLA-മാരുടെ അഴിമതികൾ ഉണ്ടായാൽ അതിനെ തടയിടാൻ ഞങ്ങൾക്ക് 3 പേർക്ക് കഴിയുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. മാധ്യമങ്ങളുടെ ഒരു സ്വാഭാവിക പ്രത്യേകത, അവർക്ക് അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ സജീവമായ ചർച്ച എന്താണ്? ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ളത്. ഇദ്ദേഹം ചിലപ്പോൾ ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. അതെ. അപ്പോൾ ഇലക്ഷൻ്റെ ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഒക്കെ ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട്. കോൺഗ്രസ്സിന് ഇപ്പോൾ മുഖ്യമന്ത്രിയാവാനുള്ള ആരാണ് എന്നുള്ള സംഭവത്തിൽ ഒരു പരിഭ്രാന്തിയുണ്ട്. ജനങ്ങൾക്കും ആരാണെന്നുള്ള VD-യുടെ പേര് പറയുന്നുണ്ട്, VD സതീശനാവണമെന്ന് പറയുന്നുണ്ട്, പിന്നെ KC വേണുഗോപാൽ പറയുന്നുണ്ട്, രമേശ് ചെന്നിത്തല പറയുന്നതിന് 3 പേരിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം എന്തായാലും ഇടതുപക്ഷ LDF-ൻ്റെ ആളുകൾ തന്നെയാണ്. ആരായിരിക്കും? എന്തായാലും നമ്മുടെ പിണറായി ആവാനുള്ള സാധ്യതകളല്ലേ എന്തായാലും കാണുന്നത്. അതായത് ക്യാപ്റ്റൻ അല്ലേ, ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 2 വിഷയങ്ങളും ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് മുഖ്യമന്ത്രി ആരെന്നുള്ളതാണ്, അതൊരെണ്ണം ഉണ്ട്. പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം തന്നെ വരാം. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി അവർ തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പ് തന്നെ വളരെ ഗൃഹപാഠം ചെയ്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും 3ാമതൊരിക്കൽ കൂടി വരും എന്നുള്ള ഒരു ക്യാപ്സുൾ ആദ്യം ഇറക്കി. ക്യാപ്സുൾ കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള PR വർക്കുകളായിരുന്നു കേരളത്തിലെമ്പാടും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെമ്പാടും 100-150 മീറ്റർ ഇടവിട്ട് പടുകൂറ്റൻ ഫ്ലക്സ്, മുഖ്യമന്ത്രിയുടെ മാത്രം പടമുള്ള. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുൻകാലങ്ങളിലൊക്കെ കേരളത്തിൽ അധികാരത്തിലിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. E.K. നായനാരുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യമന്ത്രി E.K. നായനാർ അങ്ങനെ പറയാം. അല്ലെങ്കിൽ P.K. വാസുദേവനായരുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ VS-ന്റെ പേരിലും പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്ന്. പക്ഷേ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയത് മുതൽ പിണറായി വിജയൻ സർക്കാർ എന്നുള്ള പേരാണ്. അങ്ങനെയാണ്. അത് മാധ്യമങ്ങളെല്ലാം ഒരു മനഃപൂർവ്വം അങ്ങനെ ഒരു പേര് പറഞ്ഞാണെന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. മാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ അതോ അന്ന് അത്രത്തോളം PR വർക്കിലേക്ക് ഇടതുപക്ഷ CPM പ്രത്യേകിച്ചും കടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങളുടെ സൃഷ്ടിയായിരിക്കും. വളരെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു നരേറ്റീവ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരികയായിരുന്നു. പിണറായി വിജയൻ്റെ സർക്കാരാണ്. പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM കഴിഞ്ഞാൽ പിന്നെ അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് CPI ആണ്. ഈ 2 കക്ഷികളും കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് കേഡർ സ്വഭാവമുള്ള 2 പാർട്ടികളും കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ളതെല്ലാം ജനാധിപത്യ കക്ഷികളായിരുന്നു. ജനതാദളിൻ്റെ വിവിധ രൂപങ്ങൾ, അത് കഴിഞ്ഞാൽ കേരള കോൺഗ്രസുകളായിട്ട് അതെല്ലാം ജനാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആ ജനാധിപത്യം എന്നുള്ള അത് അപ്രസക്തമാക്കിക്കൊണ്ട്, കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷം എന്നുള്ളതും അപ്രസക്തമാക്കിക്കൊണ്ട് വളരെ കൃത്യമായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നുള്ള, അതാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത്, താങ്കൾ സൂചിപ്പിച്ച ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ അദ്ദേഹമാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിനെ കൊണ്ടുപോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3ാം ഗവൺമെൻറ് വരുമെന്നുള്ളൊരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തു. അമിതമായ വിശ്വാസമാണോ ആത്മവിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല. വളരെ മുൻകൂട്ടി അങ്ങനെ ഒരു ക്യാപ്സുൾ ഇറക്കി അതിനു വേണ്ടിയുള്ള പ്രചാരവേലകൾ നടത്തി. ആ പ്രചാരവേലകളുടെ എല്ലാം അന്തിമ ഫലം തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ കടക്ക് പുറത്തെന്ന് ജനം പറഞ്ഞു. ആ ഒരു വിഷയം വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ, ഫലം വരുന്നതിന് മുമ്പ് തന്നെ വേറൊരു സജീവമായ ചർച്ച ഇവിടെ ഉണ്ടായി. അത് മാധ്യമ സൃഷ്ടിയാണ്. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
വളരെ മുൻകൂട്ടി അവരെല്ലാം കണ്ടു ഈ ഗവൺമെൻറ് പുറത്തേക്ക് പോകും, ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരാകും? എന്താണ് പ്രതിപക്ഷ നേതാവ് ആരാകുന്നതിൻ്റെ ചോദ്യം എന്താണ്? അതുവരെ ഈ ടീമിനെ നയിച്ച ക്യാപ്റ്റനിലെ പ്രതിപക്ഷ നേതാവ്. തീർച്ചയായിട്ടും എല്ലാവരും, സാധാരണ ജനങ്ങളെല്ലാവരും അതാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ക്യാപ്റ്റനായിരുന്ന അയാൾ ഒഴിഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റുകാരൻ്റെ സ്വഭാവമാണ്. ആ വേർഡ് തന്നെ ഞാൻ ഉപയോഗിക്കാൻ കാരണമുണ്ട്. കാരണം ഈ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന് അതിൻ്റെ സുഖലോലുപതയിൽ ആടിത്തിമിർക്കുക എന്ന് തന്നെ പറയാം. ആടിത്തിമിർത്ത് എതിർ സ്വരങ്ങളെ, രാഷ്ട്രീയം എന്നുള്ളതല്ല, എതിർ സ്വരങ്ങളെ എല്ലാത്തിനെയും വല്ലാത്ത രീതിയിൽ അടിച്ചമർത്തുകയായിരുന്നു. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൺമാൻ നടത്തിയ ഒരു പരാക്രമം ഒരു MLA സൃഷ്ടിച്ചുകൂടെ? അപ്പോൾ ഗൺമാൻ നടത്തിയ ഒരു അതുപോലും ഒരു MLA സൃഷ്ടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഏത് തരത്തിലൊക്കെ അവർ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഈ കരിങ്കൊടി കാണിച്ച് പല ഈ CPM പ്രതിപക്ഷ പാർട്ടിയായ സമയത്ത് തന്നെ, പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറൊക്കെ പോകുന്ന സമയത്ത് കരിങ്കൊടി കാണിക്കാറുണ്ട്. പക്ഷേ ഇത്രയൊന്നും ആക്രമണമൊന്നും കണ്ടില്ല. കാര്യം ഞങ്ങളടക്കം നമ്മൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ പോലും അന്ന് ശ്രീ AK ആന്റണി, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അന്ന് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു, ഞാൻ വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിലിരിക്കുന്ന സമയത്ത് ഒരു വിഷയമുണ്ടാകുന്നു, ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട്. അതിനെതിരെ KSU പ്രതികരിക്കുന്നു, ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. ഞങ്ങളതിനെതിരെ പ്രതികരിക്കുമ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വഴിയിൽ തടഞ്ഞു. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിനെ വഴിയിൽ തടയുമ്പോൾ പോലീസ് ഇടപെടൽ ഉണ്ടാകും. പോലീസ് ഇടപെട്ടു, അവിടെ ഒരു ലാത്തി ചാർജൊക്കെ ഉണ്ടായി. ഞങ്ങൾ ജയിലിൽ പോയി. അവിടെ അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ പോവുകയോ പ്രതിപക്ഷ നേതാവിനെ ശാരീരികമായി ഉപദ്രവിക്കാൻ പോവുകയോ അല്ലെങ്കിൽ അവരെ നമ്മളെ ശാരീരികമായി കയ്യേറ്റം ചെയ്യാമെന്ന ഒരു സംഭവത്തിലേക്കൊന്നും അത് പോയിട്ടില്ല. സ്വാഭാവികമായി കുഞ്ഞാലിക്കൊട്ടകരെ നടന്ന സമരങ്ങളുണ്ട്. അതെ അതെ, ഒരുപാട് എത്രയോ ദീർഘനാളാണ് അതുണ്ടായിരുന്നത്, വലിയ വലിയ സമരങ്ങൾ. പക്ഷേ ഈ കരിങ്കൊടി കാട്ടി എന്നുള്ള പേരിൽ ഒരാളിനെയും ടാർഗറ്റ് ചെയ്ത് പോലീസിന്റെ ലാത്തിച്ചാർജ് സ്വാഭാവികമായിട്ടുണ്ടാവും, സമരങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഇതാണ് നമ്മൾ കണ്ടത്. ഇത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാക്കി പാർട്ടിക്കാർ വരുന്നു. ചെടിച്ചട്ടി രക്ഷാപ്രവർത്തനം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിലാണ് എതിരാളികളെ നേരിട്ടത്. പക്ഷെ വേറൊരു ഒറ്റുകാരനെന്ന് ഞാൻ ഉപയോഗിക്കാൻ കാരണം, പാർട്ടിയെ സ്വന്തം വരുതിയിൽ നിർത്തി ഒരു കാലത്ത് നമുക്ക് മനസ്സിലാകും, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയം വരെ ഗവൺമെന്റിനേക്കാൾ അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്തുള്ള പാർലമെന്ററി പദവികളേക്കാൾ വലുത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. AKG സെന്ററിലാണ് തീരുമാനമെടുക്കുന്നത്, ക്യാബിനറ്റിലല്ല. മുൻകൂട്ടി AK സെന്ററിൽ തീരുമാനമെടുത്ത് അത് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കുക എന്നുള്ളതായിരുന്നു രീതി. അപ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടി തീരുമാനമെടുത്ത് അത് PBയുടെ അംഗീകാരം വാങ്ങിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ആ നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷമാണ്. അപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയേക്കാൾ ഉപരിയായിരുന്നു പാർട്ടി സെക്രട്ടറി. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറിക്ക് അവിടെ പ്രാധാന്യം, പാർട്ടി സെക്രട്ടറി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന ഒരു പീരീഡ് വരെ ഒരുവിധം പിടിച്ചു നിന്നു. അല്ല, ഇദ്ദേഹത്തിന് താല്പര്യമുള്ളവർ മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദമില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ഒരാളിനെയും പാർട്ടിയുടെ ഒരു ഘടകത്തിലും കൊണ്ടുവന്നിട്ടില്ല. അപ്പം അങ്ങനെ നിന്ന് പാർട്ടിയെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തി പാർട്ടിക്ക് വേണ്ടത് എന്താണോ അദ്ദേഹം ചെയ്തു കൊടുക്കും, മുഖ്യമന്ത്രി ചെയ്യും. അപ്പോൾ എല്ലാം പാർട്ടിയും ഭരണവും എല്ലാം തൻ്റെ ചൊൽപ്പടിയിൽ ഒതുക്കി നിർത്തിയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന് പ്രചരണവും നടത്തി. ആ പ്രചരണത്തിൻ്റെ അന്തിമഫലം പുറത്തായി എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരുമ്പോൾ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒറ്റുകാരൻ്റെ സ്വഭാവമാണ്. ഇപ്പം ആരായിരിക്കും ഇനി പ്രതിപക്ഷത്തേക്ക് വരാൻ സാധ്യത കൂടുതൽ? സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പിണറായി വിജയൻ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ പാർട്ടി ഘടകത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള മറ്റൊരാളെന്ന് പറയുന്നത് ബാലഗോപാലാണ്, PB മെമ്പറാണ്. അതെ, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനായിരിക്കും ആ ഒരു ചുമതലയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ അതിനു വേണ്ടിയിട്ട് ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടാവും. അതെ അതെ, കാരണം ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ഞങ്ങൾ അത്തരം തീരുമാനം എടുത്തെന്നൊക്കെ പറയാം. MABക്ക് സാധ്യത കുറവാണ്. അപ്രസക്തമല്ലേ ഇപ്പോഴും. ദേശീയ സെക്രട്ടറി എന്ന് പറയാനല്ലേ കഴിയുള്ളൂ. കാരണം നോക്കൂ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്വാഭാവികമായിട്ട് സ്റ്റേറ്റിലുള്ള ആൾ,
CPM-ന്റെ ദേശീയ സെക്രട്ടറിയും കേരളത്തിലുള്ള ആൾ. അതെ. DYFIയുടെ ഘടന എടുത്ത് നോക്കിയാൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ CPM-മായി ബന്ധപ്പെട്ട ഏത് സഹസംഘടനകളുടെ പോഷക സംഘടനകളുടെ സ്ഥിതി എടുത്ത് നോക്കിയാലും അഖിലേന്ത്യാ ഭാരവാഹിയും പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും എല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണ്. പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലേക്ക് ചുരുങ്ങിപ്പോയി. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ അധികാരത്തിൽ നിന്നും പുറത്തായി. അതാണ് CPM-ന്റെ ഒരു ദുര്യോഗം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ ഇപ്പം കഴിഞ്ഞ 10 വർഷത്തെ ഈ ഭരണങ്ങൾ എന്തായാലും ചർച്ചയാവും. അപ്പോൾ അതിന് ഇദ്ദേഹം മറുപടി പറയണ്ടേ? സഭയിൽ അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിക്ക് മറുപടി പറയാൻ ഉണ്ടാകില്ലല്ലോ. കാരണം സ്വയം പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും. അത്രത്തോളം കൊള്ളരുതായ്മകളും അഴിമതികളും സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിലപാടുകളാണ് കഴിഞ്ഞ 10 വർഷക്കാലം സ്വീകരിച്ചത്. അത് കൃത്യമായി സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ ഉൾവലിയേണ്ട സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഒളിച്ചോട്ടമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതെ പിണറായി വിജയൻ ഒളിച്ചോടുകയാണ് അതിൽ നിന്ന്. എന്തായാലും മകളുടെ കാര്യമൊക്കെ ഇനിയിപ്പോൾ വലിയ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. നമ്മുടെ ഷോൺ ജോർജാണ് ആ കേസുമായി മുന്നോട്ട് പോയതും ഏതാണ്ട് ഫലം കണ്ടുവരികയാണ്. അപ്പോൾ ഇത് വലിയ ചർച്ച. ഇനിയിപ്പോൾ 3 പേര് BJP നിയമസഭയ്ക്കകത്തില്ല. ഒരിക്കൽ ഉണ്ടായിരുന്നു, രാജഗോപാൽ സാർ ഉണ്ടായിരുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇല്ല. ഇനിയിപ്പോൾ ശക്തരായ 3 പേരാണ്. രാജേട്ടൻ ഒറ്റയാൾ പോരാട്ടമായിരുന്നു സഭയിൽ. അതെ. ഇന്ന് സ്ഥിതി അതല്ല. ഇന്ന് കേരളത്തിൽ വിജയക്കൊടി പറയിച്ചിട്ടുള്ള 3 BJP-യുടെ MLA-മാരും പാർലമെന്ററി രംഗത്ത് മുൻപരിചയമുള്ള 2 പേരാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 ആളുകൾ. ഏത് രീതിയിലും സഭാ നടപടികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതും വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്നത്. അതുകൊണ്ടാണ് രാജീവ്ജി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 100 UDF MLA-മാരുടെ അഴിമതികൾ ഉണ്ടായാൽ അതിനെ തടയിടാൻ ഞങ്ങൾക്ക് 3 പേർക്ക് കഴിയുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. ഈ ഇപ്പോൾ ചാനലുകൾ ചർച്ച വരെ നടത്തി ഒരു ബ്ലോക്കായിട്ടിരിക്കാൻ സാധ്യതയുണ്ടോ BJP എന്നൊക്കെ പറഞ്ഞൊക്കെ അതിനകത്ത് ബ്ലോക്കായിരിക്കാൻ സാധ്യതയുണ്ടോ? അപ്പം ചാനലുകൾക്കും ഈ സാധാരണ ഈ മാപ്രകളൊന്നും ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. ഇപ്പൊ അവര് ബ്ലോക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. BJP ഒരു ബ്ലോക്കായി. BJP അവഗണിക്കാൻ കഴിയാത്തൊരു സാന്നിധ്യമായി മാറിയല്ലോ. 2 പൂട്ടിട്ട് പൂട്ടി ശിവൻകുട്ടി ഇട്ട പൂട്ട് എല്ലാ പൂട്ടും പൊട്ടിച്ച് 3 സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അവഗണിക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമായി BJP കേരളത്തിൽ എത്തി എന്നുള്ളത് വളരെ വ്യക്തമായി മാധ്യമങ്ങൾക്കടക്കം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചർച്ചകൾ ഈ പറഞ്ഞ ആളുകൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ചർച്ചകൾ എനിക്ക് നമ്മുടെ ഈ ഇരട്ടച്ചങ്കൻ്റെ, അതായത് പിണറായി വിജയൻ്റെ ഇത്തരം വാർത്തകളൊന്നും ഇവരാരും ഒരു ചർച്ചയാക്കുന്നില്ല. മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, സോഷ്യൽ മീഡിയ മാത്രമാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ ഒരു സ്വാഭാവിക പ്രത്യേകതയാണ്. അവർക്ക് ഒരു വിഷയം കഴിഞ്ഞാൽ അടുത്ത നാളത്തേക്ക് മറ്റൊരു വിഷയം ഉണ്ടാവുകയാണ്. അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ സജീവമായ ചർച്ച എന്താണ്? ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നുള്ളതാണ്. അതെ. പക്ഷേ അവിടെ ഇതങ്ങ് താഴ്ന്നു പോവുകയാണ്. മനഃപൂർവ്വമാണോ എന്നൊരു സംശയമുണ്ട്. സ്വാഭാവികമാണ്. കാരണം ഇനി CPM എന്ന് പറയുന്ന ഒരു സംവിധാനം അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഒരു ഭരണമാറ്റം ഉണ്ടായത്. അതിനകത്ത് ഇനി പിണറായി വിജയനെ പോലെ കർക്കശക്കാരനായിട്ട് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്രമേണ ക്ഷയിച്ചില്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. ഇദ്ദേഹം ചിലപ്പോൾ ഇനിയിപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? സാധ്യത കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്കുള്ള ഒരു സാധ്യതകളൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് അധികാരമില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? കാരണം ഒന്ന് പ്രായപരിധിയാണ്. എല്ലാ ഘടകങ്ങളെയും എല്ലാവരെയും വെട്ടിനിരത്താൻ ഉപയോഗിച്ച മാർഗങ്ങളെല്ലാം ഇനിയിപ്പോ അദ്ദേഹത്തിന് ബാധകമാവണ്ടേ? അല്ല, ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് പല പ്രായപരിധിയും ഉണ്ടായെങ്കിലും പുള്ളിക്ക് മാത്രമാണ് എക്സംഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അത് തീരുമാനം എടുക്കുന്ന അദ്ദേഹമായിരുന്നു. ആ തീരുമാനം എടുക്കുന്ന അദ്ദേഹം എന്താണ് ആ തീരുമാനം എടുക്കാനുള്ള പവറിലേക്ക് അദ്ദേഹത്തിന് കിട്ടിയത്? ഇന്ത്യയിലാകെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. പാർട്ടി മിഷണറി ചലിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികം പ്രധാനമല്ലേ? അപ്പോൾ ഈ ഭരണത്തിന്റെ തണലിലാണ് ഈ കഴിഞ്ഞ 10 വർഷവും അതെ ഇരട്ട ചങ്കെന്ന് ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ആ രീതിയിലാണ്. അത് പ്രതിസന്ധികളെ നേരിടാനുള്ളതല്ല, മറിച്ച് 2 റോളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് പാർട്ടി സെക്രട്ടറിയുടെ റോളും അതോടൊപ്പം കേരള മുഖ്യമന്ത്രിയുടെ റോളും. പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചതുപോലെ ദേശീയ സെക്രട്ടറി ആയിട്ട് തന്നെയാണ് പുള്ളി ആക്ട് ചെയ്തത്. ദേശീയ തലത്തിലുണ്ടാകുന്ന തീരുമാനവും ഇദ്ദേഹം പറയണം. പിണറായി പറയുന്നതായിരുന്നു തീരുമാനം.
ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യം വളരെ സ്പഷ്ടമാണ്. എതിരായിട്ടുള്ള പാർട്ടിക്കകത്തുള്ള സ്വരങ്ങളെയും പല മാർഗങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം വെട്ടിനിരത്തി പൂർണ്ണമായിട്ടും. അതെ. ആ കാരണങ്ങളെല്ലാം ഇനി അദ്ദേഹത്തിന് ബാധകമാകണ്ടേ എന്നുള്ളതാണ്. അതിന് ന്യായീകരണമായിട്ട് എന്തൊക്കെ ക്യാപ്സ്യൂളുകളാണ് വരാൻ പോകണമെന്ന് കണ്ടറിയണം.